ഉപ്പുപരലുകൾ പുറത്തു വീണ അട്ടകളെ പോലെ വല്ലാതെ അസ്വസ്ഥതപ്പെടുന്ന CPI നേതാക്കളെയാണ് ഇന്നും ഇന്നലെയുമായി സോഷ്യൽ മീഡിയയിൽ കണ്ടത്. CPIയിലെ അടൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് വീണ്ടും പറയുന്നു. ഒന്ന്, സ്ഥാനാർത്ഥിയുടെ പേരിലെ ശശിധരൻ മാറ്റി കണ്ണൻ എന്നാക്കിയത് MG കണ്ണൻ്റെ ഭാര്യയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മോഷണം നടത്താനല്ലേ. രണ്ട്, കണ്ണൻ എന്ന ഭർത്താവിൻ്റെ പേരുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നതല്ലേ കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിലെ CPM നേതാക്കൾക്ക് കണ്ടെത്തേണ്ടി വന്നത്. മൂന്ന്, നിങ്ങളുടെ സ്ഥാനാർത്ഥി കണ്ണൻ എന്ന പേരുള്ള ഭർത്താവിനെ വിവാഹം കഴിച്ചത് 2020 2026 മാർച്ച് 8 അടൂർ നിയോജക മണ്ഡല സ്ഥാനാർത്ഥിയാണ്. 2022 സെപ്റ്റംബറിലല്ലേ മാർച്ച് 2026 മാർച്ച് 8 അടൂർ നിയോജക മണ്ഡല സ്ഥാനാർത്ഥിയാണെന്ന പ്രഖ്യാപനം ഉണ്ടായ ശേഷം മാർച്ച് 9 രാവിലെ അല്ലേ അവർ സ്വന്തം പേരിലെ ശശിധരനെ ഒഴിവാക്കി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉൾപ്പെടെ കണ്ണനെ ചേർത്തത്. പുരോഗമന പ്രസ്ഥാനം എന്ന് അഭിനമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന വിശ്വാസികൾക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ പേര് സ്ത്രീകൾക്ക് സ്വന്തം പേരിനൊപ്പം ചേർക്കണമെന്ന യാഥാസ്ഥികത മനോഭാവമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ 2022 സെപ്റ്റംബർ 14 മുതൽ 2026 മാർച്ച് 9 വരെ എന്തുകൊണ്ട് കണ്ണനെ ഇവർ പേരിനൊപ്പം ചേർത്തില്ല? 5, അവർ വിവാഹശേഷം 3 വർഷവും 2 മാസവും കഴിഞ്ഞു കൊല്ലം ജില്ലയിലെ കരീപ്ര പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ 3 മാസങ്ങൾക്ക് മുമ്പ് മത്സരിച്ച് തോറ്റപ്പോഴും എന്തുകൊണ്ട് വിവാഹിതയായ സ്ത്രീ ഭർത്താവിൻ്റെ പേരായ കണ്ണനെ ഒപ്പം ചേർക്കണം എന്ന് ചിന്തിച്ചില്ല? 3 മാസങ്ങൾക്ക് മുൻപും ഇന്നലെ വരെയും ശശിധരൻ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്? 6, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതാണ് പൊതുശൈലി. പക്ഷേ 2020 ഇവർ ജയിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന സീറ്റിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഫൈസൽ കുളപ്പാടം 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ? അവർ ആ സീറ്റ് മണ്ഡലം ശ്രദ്ധിക്കാതെ UDFന് നൽകിയ ആളല്ലേ? അപ്പോൾ ഈ ഒരു വലിയ കുറിപ്പ് എന്ന് പറഞ്ഞാൽ CPIയുടെ അടൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരുമാറ്റം കോൺഗ്രസ് നേതാവായിരുന്ന MG കണ്ണൻ, മരണപ്പെട്ടു പോയ MG കണ്ണൻ്റെ പേരിന് സാമ്യമുള്ള പേരുണ്ടാക്കി MG കണ്ണൻ്റെ ഭാര്യയാണെന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ നടത്തി അതിലൂടെ വോട്ട് നേടാനുള്ള ഒരു അസ്വാഭാവികമായ നീക്കമാണ് CPI അടൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കണ്ണൻ എന്ന് പേരുള്ള വിളിപ്പേരുള്ള ഭർത്താവിൻ്റെ ഭാര്യയായ ഒരു സ്ത്രീയെ ലഭിക്കാൻ വേണ്ടിയിട്ട് CPI കൊല്ലം ജില്ലയിലെ കരീപ്രയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ പത്തനംതിട്ടയിലെ അടൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളതും മറ്റൊരു പരമാർത്ഥമാണ്. അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ ചർച്ച മറ്റൊരു വഴിക്ക് പോകും. അപ്പോൾ ചർച്ച എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ പോസ്റ്റിന് താഴെ വന്നിട്ട് ഇതേ കരീപ്ര സ്വദേശിയായ ആളാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള കരീപ്ര സ്വദേശിയായിട്ടുള്ള ആളാണ് പത്തനംതിട്ടയിലെ അടൂരിൽ വന്ന് MG കണ്ണൻ്റെ പേരിന് സാമ്യമുള്ള പേരുണ്ടാക്കി MG കണ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണെന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കൊല്ലത്തുള്ള കരീപ്ര സ്വദേശി അടൂരിൽ വന്ന് മത്സരിക്കുകയാണ്. ഇവിടെ അതൊന്നല്ല വിഷയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റ്, ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ കുറേ കാലങ്ങളായിട്ട് CPMൻ്റെ വെട്ടുകിളിക്കൂട്ടങ്ങളുടെ ഇരയാണ്, സൈബർ ആക്രമണത്തിൻ്റെ ഇരയ. എസ്പെഷ്യലി ശ്രീനാദേവി കുഞ്ഞമ്മ പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയുമായി രംഗത്ത് വന്നതിന് ശേഷവും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലേ? ശ്രീനാദേവി കുഞ്ഞമ്മ തുറന്നു പറയുകയാണ് ഉണ്ടായത്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ, പരാതി ഉണ്ടായപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കളികളെക്കുറിച്ചും ഈ പരാതിക്കാരികളെക്കുറിച്ചും അവരുടെ ഇൻറ്റൻഷനെക്കുറിച്ചും അവർ ചെയ്തു കൂട്ടിയ വ്യഭിചാരത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഉണ്ടായത്. അപ്പോൾ അന്ന് മുതൽ ശ്രീനാദേവി കുഞ്ഞമ്മ വലിയ അർത്ഥത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഈ ഒരു വിഷയം അവർ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ കുറിച്ചപ്പോൾ അതിന് താഴെ വന്ന ഒരു കമൻ്റാണ്. ആ കമൻ്റ് എഴുതിയിരിക്കുന്ന വ്യക്തി ആശംസ് കരീപ്രയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൻ എന്ന പേരിലേക്ക് മാറി അടൂരിൽ മത്സരിക്കാൻ വന്ന അതേ യുവതിയുടെ അതേ നാട്ടുകാരൻ കരീപ്ര സ്വദേശി ആശംസ് ചോദിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയോട്,
അച്ഛൻ്റെ പേര് അറിയാത്തത് കൊണ്ടാണോ നീ നിൻ്റെ പേരിൻ്റെ കൂടെ കുഞ്ഞമ്മ എന്ന അമ്മയുടെ പേര് ചേർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടികൾ നമുക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഈ ചോദ്യത്തിന് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആശംസ് കരീപ്ര പഞ്ചായത്തിലെ എല്ലാവരും നിന്റെ അച്ഛന്മാർ ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പേര് വെച്ചതുപോലെ അല്ല സുഹൃത്തെ എൻ്റെ പേര് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അണ്ണാക്കിൽ പൊട്ടിച്ചു കൊണ്ടുള്ള മറുപടി. അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ പറയും കൊടുത്തു അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ, അതുപോലെയാണ് മറുപടി. എന്ന് പറഞ്ഞാൽ കരീപ്ര പഞ്ചായത്തിലെ എല്ലാ ആണുങ്ങൾക്കും ഉണ്ടായതാണ് ആശംസ് കരീപ്ര. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് നീ ആശംസ് കരീപ്ര എന്ന് പേര് വെച്ചതുപോലെയല്ല സുഹൃത്തെ എൻ്റെ പേരിൻ്റെ പിന്നാലെയുള്ള പുറകിലുള്ള കുഞ്ഞമ്മ എന്നുള്ളത് എന്നാണ് ആര് പറയുന്നത്? ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. ഇതിപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. കാരണം അണ്ണാക്കിൽ പൊട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇതിപ്പോൾ കണ്ടത് ഇവിടെയാണ്. ഈ അന്തം കമ്മി അടി ആയതുകൊണ്ട് വിവരം തീരെ ഉണ്ടാവില്ല. വിദ്യാഭ്യാസം ഉണ്ടാകുമോ ചോദിച്ചാൽ അതും സംശയകരമാണ്. കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ എന്താണത്? അമ്മയുടെ പേരാണോ? അല്ല, അത് കുടുംബ പേരാ. അല്ലേ? ഈ നായർ, നമ്പ്യാർ, തമ്പി എന്നൊക്കെ പറയും പോലെ ഈ തമ്പി എന്ന് പറയുന്ന ഒരു കാസ്റ്റ്, അതിൽ സ്ത്രീകളുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്നതാണ് തങ്കച്ചി. അല്ലേ? നിങ്ങൾ കേട്ടില്ലേ യാമിനി തങ്കച്ചി? തങ്കച്ചി എന്ന് പറയുന്നത് തള്ളയുടെ പേരല്ല, അമ്മയുടെ പേരല്ല. അത് ഇപ്പോൾ നായർ, നമ്പ്യാർ എന്നൊക്കെ പറയുന്ന ഓരോ കാസ്റ്റ് ഉണ്ടല്ലോ, ആ കാസ്റ്റിൽ വരുന്ന തമ്പി കാസ്റ്റിൽ പെടുന്ന ജാതിയിൽപ്പെടുന്ന ആളുകൾ അവരുടെ സ്ത്രീകളുടെ പേരിന് പുറകെ വെക്കുന്നതാണ് തങ്കച്ചി. അതുപോലെ കുഞ്ഞമ്മ എന്ന് പറയുന്നതും ഏത് കാസ്റ്റിൻ്റെതാണ്? എനിക്ക് തോന്നുന്നു, ഞാൻ മറന്നുപോയി, ഞാൻ പറയാം. അത് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷാജൻസ് കറിയയുമായി നടത്തിയ അഭിമുഖത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മ എന്നുള്ള പദത്തിൻ്റെ കാരണവും അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് ഈ ആശംസ് കരീപ്രയെ പോലെയുള്ള കരീപ്ര പഞ്ചായത്തിലെ എല്ലാ തന്തമാർക്കും ഉണ്ടായ മകൻ ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തന്തയുടെ പേരും പറഞ്ഞു വരുന്നത്. എന്തായാലും വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. ഇതിപ്പോൾ മറ്റൊന്നുമല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്രമിക്കാൻ കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ അവരുടെ പേരിൽ വന്നിരിക്കുന്ന കുഞ്ഞമ്മ, എന്നാൽ പിന്നെ ഇച്ചിരി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഈ അരിയാഹാരം കഴിച്ചാലല്ലേ ആ വകുപ്പിലുള്ള ഒരു വിവരം ഉണ്ടാവുള്ളൂ. ഇത് തീട്ടം നക്കിയാൽ, ഇപ്പോൾ സംഘിയാണെങ്കിലും സഖാവാണെങ്കിലും തിന്നുന്നത് തീട്ടാണല്ലോ. സംഘി പശുവിൻ്റെ തീട്ടം തിന്നും, അതായത് ചാണകം തിന്നും. സഖാവോ രാജാവിൻ്റെ തീട്ടം തിന്നും, അതായത് മനുഷ്യൻ്റെ വിസർജ്യം തീട്ടം അത് തിന്നും. രണ്ടും വിസർജ്യമാണ്. അല്ലേ? ഒന്ന് മനുഷ്യൻ്റെതാണ്, മറ്റൊന്ന് പശുവിൻ്റെതാണ്. വ്യത്യാസം ഇതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവർ നോട്ടമിട്ടിട്ട് കുറച്ച് കാലമായി. എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങൾ ഉടലെടുത്തതിൽ പിന്നെ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നതിൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയൊന്നും ഇല്ലാതെ, ഇങ്ങനെ അവസരമില്ലാതെ, പരാതിക്കാരികളില്ലാതെ ഇടങ്ങാറായി നിൽക്കുമ്പോഴാണ് അന്നത്തെ CPIയുടെ നേതാവാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ആ CPIയുടെ നേതാവിനെ സമീപിച്ചിട്ട് നിങ്ങളൊരു സാങ്കല്പിക പരാതിക്കാരി ആവണമെന്ന് ആവശ്യപ്പെടുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്താ ചെയ്തേ? പരാതിക്കാരി ആയില്ല എന്ന് മാത്രമല്ല, പരാതി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ ഇങ്ങനെ സാങ്കല്പികരയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? അത് കഴിഞ്ഞിട്ട് പരാതിക്കാരികൾ ഉണ്ടായപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് നമ്മളെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പരാതി കൊടുക്കുമോ എന്ന് ചോദിച്ചതുപോലെയല്ലേ? അങ്ങനെ ആരോ വന്ന് ചോദിച്ചു, കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ പരാതിക്കാരികൾ ഉണ്ടായി. അപ്പം ഇതിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതി സമ്മതിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ മൂന്നാമത്തെ പരാതിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു പരാതി, ആ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഹാജരാക്കണം, അതിൻ്റെ പാസ്വേഡ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നൊക്കെ. അപ്പോൾ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് കർശന ഉപാധി. എന്താ ഉപാധി? മൊബൈൽ കൈമാറണം,
പാസ്വേഡ് കൈമാറണം എന്ന് പറഞ്ഞതാണ് കർശന ഉപാധി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്, ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെ തലോടിയിട്ട്, മോനെ രാഹുലെ നീ അതൊന്നും കൊടുക്കണ്ട, അതൊക്കെ വേണമെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ, അല്ലാതെ മൊബൈലിൻ്റെ പാസ്വേഡ് ഒന്നും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം വിഷയം പൊളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും പരാതികളും കേസും അറസ്റ്റും ഒക്കെ പൊളിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തി, അല്ലെങ്കിൽ അതിന് തുടക്കമിട്ട വ്യക്തി, അത് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്തംഗമ്യ അടിമകൾക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ഇത്ര വലിയ ദേഷ്യവും വൈരാഗ്യവും പകയുമൊക്കെ ഉള്ളത്. കാരണം ഇവരെല്ലാവരുടെയും പരിശ്രമത്തെ ഒരൊറ്റൊരുത്തി ഒരു തുറന്നു പറച്ചിൽ കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.